എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്റ്റാർ റാഗിങ്ങിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്ന് സ്റ്റാർ റാഗിങ്ങില് നിങ്ങൾക്ക് വേണ്ടി, ഞങ്ങൾക്ക് വേണ്ടി, നമുക്ക് വേണ്ടി എത്തിയിരിക്കുന്ന അതിഥി മറ്റാരുമല്ല, മലയാള മിമിക്രി വേദിയിൽ നിന്നും മലയാള സിനിമയിൽ കൊച്ചു കൊച്ചു കഥാപാത്രങ്ങൾക്ക് ജീവനേകി പിന്നീട് വലിയ വലിയ കഥാപാത്രങ്ങളായി. ഈ വലിയ വലിയ കഥാപാത്രങ്ങളിൽ നിന്ന് ഏറ്റവും മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം കരസ്ഥമാക്കിയ മലയാള സിനിമയുടെ പ്രിയപ്പെട്ട താരം, പ്രിയപ്പെട്ട നടൻ ശ്രീ സലിം കുമാർ. അങ്ങനെയാണ് സാധാരണ ഞങ്ങള് ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ അപ്പുറം ഇപ്പുറം പിന്നെ ഒരു 3 പ്രാവശ്യം അങ്ങനെ ഉണ്ടാവും. ആ ഒരു ചടങ്ങ് ഇരിക്കും. ഞാൻ കുറേ സലിം കുമാർ എന്ന് പറയുമ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ കുറച്ചുകൂടി കൂടുതൽ പറയാമെന്നൊക്കെ ആഗ്രഹിച്ചാണ്. ഒന്നുമില്ല പറയാനായിട്ട്. ഇല്ല, സലീമിനെ കുറിച്ചിട്ട് പറയുമ്പോൾ വാക്കുകളില്ല, വാക്കുകൾ ഇങ്ങനെ മുട്ടിപ്പോകും. നല്ലത്, വേറെ വല്ലതൊക്കെ മുട്ടാതിരുന്നത് നല്ലത്. അപ്പൊ മുട്ടുവിൻ തുറക്കപ്പെടുന്നല്ലേ? അതെ. ഏതായാലും ഇന്ന് സ്റ്റാർ റാഗിങ്ങില് സാധാരണ താരങ്ങൾ വരുമ്പോൾ സ്റ്റാർ റാഗിങ്ങിൽ വരുമ്പോൾ പറയാറ് ഞങ്ങൾക്ക് ഒന്ന് കൊലവിളിക്കരുത് കേട്ടോ എന്നാണ്. പക്ഷെ പതിവിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സലീമാണ് പറഞ്ഞത് എന്ത് ചോദ്യം വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും എവിടെ നിന്ന് വേണമെങ്കിലും ചോദിച്ചു. ഞാൻ അവർ ആദ്യം പറഞ്ഞു, ഇവിടെ വന്നപ്പോൾ തന്നെ അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് എന്നെ സുഖിപ്പിക്കുന്ന ഒരു ചോദ്യങ്ങളും എനിക്കിഷ്ടമല്ല. എന്നാൽ ഒരു സുഖമൊക്കെ കേൾക്കുന്നത്, സത്യസന്ധമായ സുഖങ്ങൾ കേൾക്കുന്നത് അതൊരു സുഖമാണ്. അതിലുപരിയായിട്ട് സത്യസന്ധമായ കാര്യങ്ങൾ തുറന്നു പറയുന്നവരോടാണ് എനിക്ക് കൂടുതൽ സ്നേഹം. അതിലിപ്പോൾ ഞാൻ മോശമാണെന്ന് പറയണമെങ്കിൽ നല്ലതാണെന്ന് പറയണമെങ്കിൽ 2 വശങ്ങളുണ്ടാവും. അതെ, ഒരു നാണയത്തിന് 2. ആ രണ്ടും എനിക്ക് മനസ്സിലാക്കി തന്നെ നിങ്ങൾ അത്രമാത്രം. മിമിക്രിയിലാണെങ്കിലും മറ്റുള്ള സ്ഥലങ്ങളിലാണെങ്കിലും പോകുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്, നമ്മളെല്ലാവരും കൂടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് വളഞ്ഞു നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ സലീം ഇങ്ങനെ ചിലപ്പോൾ അങ്ങോട്ട് മാറിയിരിക്കും. പിന്നെ ദിലീപ് തല്ലിയിട്ടുണ്ട് അമേരിക്കയിൽ വെച്ചിട്ട്. അത് നീ ഉണ്ടായില്ല അത്. കാരണം എല്ലാവരും പ്രാർത്ഥിക്കുന്ന സമയത്ത് ദിലീപിൻ്റെ പ്രാർത്ഥന കുറച്ച് ഒച്ചത്തിലായി. അപ്പോൾ ഞാൻ ചിരിച്ചു പോയി, കാരണം പ്രാർത്ഥിക്കുകയാണ് പരിപാടിക്ക് മുമ്പ്. അങ്ങനെ ദിലീപിനെ അടിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ദൈവത്തിൽ വിശ്വാസമുള്ള ആളാണ്. പക്ഷെ ദൈവം അമ്പലത്തിലും പള്ളിയിലിരിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നില്ല, ഇവിടെ എല്ലായിടത്തും ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പോൾ സലീം കുമാർ അമ്പലത്തിൽ പോകാറില്ലേ? അമ്പലത്തിൽ ഞാൻ അങ്ങനെ ഒരു അമ്പലത്തിൽ സ്ഥിരമായിട്ട് പോകുന്ന ഒരാളല്ല. പള്ളിയിൽ പോകാറുണ്ട്, അമ്പലത്തിൽ പോകാറുണ്ട്, എല്ലാ സ്ഥലങ്ങളിലും ഞാൻ പോകാറുണ്ട്. പക്ഷേ ഇന്ന സ്ഥലത്ത് ഇന്ന വഴിപാട് നടത്തണം അതൊന്നും ഞാൻ ചെയ്യാറില്ല. കാരണം അതെന്ന് വെച്ചാൽ പലരും വന്നിട്ട് എൻ്റെ വീട്ടിൽ വന്നിട്ട് പറയും അമ്പലം പണിയാൻ പൈസ വേണമെന്ന് പറയും. ഞാൻ പറയും എനിക്ക് തരാൻ പറ്റില്ല. കാരണം ഞാൻ ദൈവത്തിന് വെല്ലുവിളിക്കുന്നതിന് തുല്യമാണ്. കാരണം എനിക്കൊരു വീട് വെച്ച് തന്നെ ഭഗവാൻ എന്ന് ഞാൻ ഭഗവാനോട് പോയി പ്രാർത്ഥിക്കുമ്പോൾ ഭഗവാന് ഒരു വീട് വെച്ച് തരാൻ ഞാൻ പൈസ എടുത്ത് കൊടുക്കുമ്പോൾ ആ ഭഗവാന് തോന്നുന്നു, കാരണം ഇങ്ങനെ ആള് ശരിയല്ലല്ലോ, എന്നെ വെല്ലുവിളിക്കുന്നു. അപ്പോൾ അത്തരത്തിൽ ദൈവങ്ങളെ താത്തി കിട്ടുന്നതിനോട് എനിക്ക് എതിർപ്പുണ്ട്. അമ്പലങ്ങളിൽ വിശ്വാസമല്ല, അല്ല അങ്ങനെ പോകാറില്ല. വിശ്വാസമില്ലെന്ന് ഞാൻ പറഞ്ഞില്ല, വിശ്വാസം നല്ല വിശ്വാസമുണ്ട്, പോകാറില്ല എന്നുള്ളൂ. പക്ഷേ ഈ ഗൾഫ് രാജ്യങ്ങളിൽ പോയിട്ട് സലിം കുമാർ, അപ്പോൾ ഈ സലിം എന്ന് പറഞ്ഞ പേരിൽ അവിടുത്തെ ഗൾഫുകാർ വിചാരിച്ചിരിക്കുന്നത്, പ്രത്യേകിച്ച് മുസ്ലിംസ്, ഒരു കുറച്ച് സ്പിരിറ്റ് കൂടുതലുള്ള ആൾക്കാർ വിചാരിക്കും സലീം നമ്മുടെ ആളാ. അതെ, സലീം നമ്മുടെ ആളാട്ടോ. ആ പേരുണ്ടല്ലോ, കുറെ ആൾക്കാരെ പറഞ്ഞു പറ്റിച്ചിട്ടില്ലേ കുറെ ഗൾഫുകാരെ. ഗൾഫിൽ എന്തിനും ഇവിടെ തന്നെ അത് ധാരാളമുണ്ട്. പലരും വിചാരിക്കുന്നുണ്ട് ഞാൻ മുസ്ലിമാണെന്ന് വിചാരിക്കുന്നുണ്ട്. ഞാൻ ഇക്കാന്ന് വിളിച്ചാലും ഞാൻ വിളിയേക്കും, ചേട്ടാന്ന് വിളിച്ചാലും ഞാൻ വിളിയേക്കും. അത് ഞാൻ പറഞ്ഞു, എനിക്ക് അതിന് സെപ്പറേഷനൊന്നും അന്നും ഇന്നും ചെറുപ്പത്തിൽ ഞാൻ കൊടുത്തിട്ടില്ല. അതാരും എന്നെ പഠിപ്പിച്ചതല്ല, എൻ്റെ തന്നെ എനിക്ക് തോന്നി അങ്ങനെ ഇതിൽ സെപ്പറേഷനൊന്നും ഇല്ലെന്ന് എനിക്ക് അന്നേ തോന്നിയതാണ്. ഗൾഫിൽ എന്ന് വെച്ചാൽ ഒരു കഥയുണ്ട് അതിന്. അല്ല, പക്ഷെ ഞാൻ പറഞ്ഞത് ഈ സലീമിക്ക എന്ന് പറഞ്ഞിട്ട് വിളിക്കുമ്പോൾ ഗൾഫിലൊക്കെ ചെല്ലുമ്പോൾ അത് പലപ്പോഴും മുതലെടുത്തിട്ടില്ലേ? മുതലെടുത്തിട്ടുണ്ടോയെന്ന് വെച്ചാൽ ഒരു 3-5 സ്ഥലങ്ങളിൽ ഞാൻ മുതലെടുത്തിട്ടുണ്ട്. ചില സ്ഥലങ്ങളിൽ ഇക്കായാണെന്ന് പറഞ്ഞുകൊണ്ട് ചില ഗിഫ്റ്റുകളൊക്കെ കൊണ്ടുവന്ന് തരുമ്പോൾ അതൊക്കെ അല്ല, ഇക്കായാണെന്ന് കരുതിയിട്ട് എനിക്ക് ആരും അങ്ങനെ ഗിഫ്റ്റ് ഒന്നും തന്നിട്ടില്ല. അല്ലാതെ അനുഭവം ഉണ്ടോ? അല്ലാതെ അനുഭവമുണ്ട്, ഇക്കാണെന്ന് കരുതിയിട്ടില്ല. പിന്നെ അതിന് മുമ്പ് ഒരു ചെറിയ സ്റ്റോറി കൂടി പറഞ്ഞു തന്നിട്ടുണ്ട് വരും. ഞാനൊരു സുന്നത്ത് ചെയ്ത ഹിന്ദുവാണ്. അത് ചെറുപ്പത്തിലെ എല്ലാ കുട്ടികളൊക്കെ ചെയ്യുന്ന സംഭവം തന്നെയാണ്. അപ്പോൾ എനിക്ക് കുറച്ച് പ്രായമായിട്ടാണ് മാത്രം. അപ്പോൾ ഗൾഫിൽ ചെന്നപ്പോൾ അതിനെ പറഞ്ഞ സർക്കസ് ഫ്രണ്ട്സ് എന്നാണ് പറഞ്ഞ. മുസ്ലിം ലാംഗ്വേജിൽ അതിനെ സുന്നത്ത് എന്ന് പറയും. ഡോക്ടർമാർ എഴുതുമ്പോൾ
സർക്കംസ്റ്റൻസ് എന്ന് പറഞ്ഞ് എഴുതും അത്. അപ്പോൾ എൻ്റെ 2 കുട്ടികളുടെ അങ്ങനെ തന്നെയാണ്. അതാണ് കൃത്യമായിട്ട് പറയാൻ കാരണം. ഈ ഒരു സർജറി സർക്കംസ്റ്റൻസ് സർജറി എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ബില്ലൊക്കെ കണ്ടപ്പോഴാണ് ഞാൻ മനസ്സിലായത് എനിക്ക് ഒരു 18 വയസ്സ് ചെയ്ത സംഭവമാണ്. ഇപ്പോഴത്തെ ആളുകൾ കുറച്ചും കൂടി വിവരമുള്ള ആൾക്കാർ നേരത്തെ ചെയ്യുന്നു. ഇത് കഴിഞ്ഞൊരാളാണ് ഞാൻ. അപ്പോൾ ഞാൻ ഗൾഫിൽ ആദ്യമായിട്ട് പോവുകയാണ്. നാദിർ ഷാ തന്നെയാണ് അതിൻ്റെ കാരണക്കാരൻ. ഗൾഫിൽ ആദ്യമായിട്ട് ഓസ്കർ ബേബിയുടെ കൂടെ പോയി അവിടെ ചെന്നു. അവിടെ പരിപാടി അവതരിപ്പിച്ചു. അപ്പോൾ ഒരു കരീം എന്ന് പറഞ്ഞ കാസർഗോഡുകാരന് എന്നോട് ഭയങ്കരമായിട്ടുള്ള സ്നേഹം. അദ്ദേഹം എനിക്ക് ആരുമില്ല, ഒരു ഫ്രണ്ട്സ് പോലും ഇല്ല. ദുബായിൽ ഞാൻ ആദ്യമായിട്ട് ഒരാൾ പോലും ഇല്ല. പക്ഷേ എനിക്ക് വൈകുന്നേരവും ഒരു കുപ്പിയായിട്ട് വരും. കാരണം ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സംഭവം വെച്ചാൽ എന്നുള്ള കലാകാരനെ ആരാധിക്കുന്നു, ഇഷ്ടമാണ്, ആരാധന എന്നേക്ക്. അതിലുപരി ഒരു കാക്കാന്നുള്ള ഒരു സ്നേഹം വേറെയുണ്ട്. നമ്മുടെ ആള്, അതെ, നമ്മുടെ ആളെന്നുള്ള സ്നേഹം വേറെ എനിക്ക് മനസ്സിലായി. അപ്പോൾ ഇദ്ദേഹം എന്നെ വളരെ ഇത് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പലർക്കും ഇത് അസൂയായി. കാരണം എനിക്ക് മാത്രം ഈ സംഭവങ്ങളൊക്കെ വാങ്ങിച്ചു തരികയാണ്. സംഭവങ്ങളെന്ന് വെച്ചാൽ ഒന്നുമില്ല, ഒരു കുപ്പി അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷെ അത് കിട്ടാന്ന് വെച്ചാൽ വലിയ കാര്യം അവിടെ. അപ്പോൾ ചെന്ന് ഡെയിലി പുള്ളി വരും. അപ്പോൾ എൻ്റെ കെയർ ഓഫിലെ മറ്റവന്മാരുടെ വെള്ളോടിയൊക്കെ. അങ്ങനെ ഒരു ദിവസം ഓസ്കറിൻ്റെ ബേബി ഇപ്പോൾ ലണ്ടനിലോ മറ്റോ പുള്ളി, ഓസ്കറിൻ്റെ ഓണർ പറഞ്ഞു നിൻ്റെ എല്ലാം ഞാനിന്ന് പൊളിച്ചു തരുമെന്ന് പറഞ്ഞു. അങ്ങനെ ഇയാളോട് പറഞ്ഞു, കരീമിക്ക വന്നപ്പോൾ പറഞ്ഞു, കരീമിക്ക നിങ്ങൾക്കറിയാം ഇവൻ ഒരു കാക്കയൊന്നുമല്ല, ഇവൻ ഹിന്ദുവാണ് എന്ന് പറഞ്ഞു. പക്ഷെ കരീമിക്കൊന്ന് ചിരിച്ചു. ഈ ചിരിയിൽ പല അർത്ഥങ്ങളുണ്ടായിരുന്നു. കാരണം നഷ്ടപ്പെട്ടു പോയോ എന്തൊക്കെയോ സംഭവം ഉണ്ടായിരുന്നു. നമ്മുടെ ഒരാൾ പോയി, ആ ആള് പോയല്ലോ എന്നുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കരീമിക്ക പറഞ്ഞു അതിലൊക്കെ എന്തിരിക്കുന്നു, ജാതി മതത്തിൽ നമ്മുടെ മനുഷ്യന്മാരിലെ കേരളീയർ എന്നൊക്കെ പറഞ്ഞെങ്കിലും ഇദ്ദേഹത്തിന് മനസ്സിലൊരു വിഷമമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ബേബി പുറത്തേക്ക് പോയപ്പോൾ എന്നോട് പറഞ്ഞു, സലീമേ ഇപ്പോൾ ഹിന്ദു ആയാലും മുസ്ലിം ആയാലും സ്നേഹമാണ്. എന്നാൽ സത്യം പറ, സലീം ഹിന്ദുവാണ്. സലീമിൻ്റെ വായന തന്നെ കേട്ടാൽ ഞാൻ അങ്ങനെ തന്നെ പുള്ളിനെ സകല എവിഡൻസും ഞാൻ കാണിച്ചു കൊടുത്തപ്പോൾ ബേബിനെ പുള്ളി തല്ലാനായിട്ട് തെറി വിളിച്ചടാ, ഒരു 1-ാം തരം മുസൽമാനെ കയറി നീ ഹിന്ദുവാണെന്ന് പറഞ്ഞ് അങ്ങനെ അമ്മാതിരെ കുറേ സംഭവം. ഈ 18ാമത്തെ വയസ്സിൽ സുന്നത്ത് ഈ സമയത്ത് ഉപകരിച്ചു. ഈ സമയത്ത് മാത്രമല്ല, പല സമയത്ത് ഉപകരിച്ചിട്ടുണ്ട്. ഇത് തെളിയിക്കാൻ വേണ്ടിയിട്ട്. അതെ, അതിന് രക്ഷയില്ലാണ്ടായി. കാരണം ഒരു വിഭാഗത്തിനെ വിശ്വസിപ്പിച്ച് കളഞ്ഞു. ഓക്കെ. അപ്പോൾ അതിൻ്റെ പേരിൽ തന്നെ എനിക്ക് ഇന്നും ഒരു ജാതി മത എൻ്റെ വീട്ടിലിരിക്കുന്ന ഒരേ ഒരു കണ്ടു കാണും ഒരു വിഗ്രഹം എന്ന് വെച്ചാൽ യേശു ക്രിസ്തുവിൻ്റെ മുൾക്കിരീടം ചൂടിയ യേശു ക്രിസ്തുവാണ്. കിരീടം ചൂടിയിട്ട് യേശു ക്രിസ്തുവിനെ കൊണ്ടുവന്ന്. കാരണം ഒരു ഗൃഹനാഥൻ്റെ അവസ്ഥ എൻ്റെ അവസ്ഥ അത് തന്നെയാണ്. അപ്പോൾ അതിന് ഏറ്റവും ആപ്റ്റായിട്ടുള്ളൊരവസ്ഥ അദ്ദേഹം അനുഭവിച്ച യാതനകളാണെന്ന് എനിക്ക് തോന്നി. പക്ഷേ ഒരു സിനിമയിൽ, അതായത് ഏതൊരു ചിത്രത്തിൽ 2020 ഒരു നായരെ കൊണ്ട് സല്യൂട്ട് അടിപ്പിച്ചപ്പോൾ എത്ര മനസമാധാനം എന്ന് ഒരു ഡയലോഗ് പറഞ്ഞിട്ടുണ്ട്. അത് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വന്നതാണോ, അല്ലെങ്കിൽ അത് പറഞ്ഞപ്പോൾ എന്തെങ്കിലും ഒരു സന്തോഷം തോന്നിയിരുന്നോ? എന്തായാലും അതിനൊരു ചിരി തിയേറ്റർ കിട്ടി അല്ലേ. ഇത് എഴുതിയത് സിബി ഉദയൻ എന്ന് പറഞ്ഞ ആളുകളാണ്. ഈ സിബി ക്രിസ്ത്യാനിയാണ്, ഈ ഉദയൻ നായരാണ്. ഈ പടം നിർമ്മിച്ച അമ്മ എന്ന് പറഞ്ഞ അസോസിയേഷൻ്റെ സെക്രട്ടറി നായരാണ് മോഹൻലാലി. പ്രസിഡന്റ് ഇന്നസെന്റ് ക്രിസ്ത്യനാണ്. ഇത് കൊടുത്തത് ഈ പടം ഇത്ര രൂപക്ക് തീർക്കാം എന്ന് പറഞ്ഞ് കൊടുത്ത് വിതരണാവകാശം കൊടുത്തത് ദിലീപ് എന്ന് പറഞ്ഞൊരു നായരിക്കാണ്. അപ്പോൾ ഒരു ഈഴവനായ ഞാൻ അത് പറഞ്ഞതൊരു ഈഴവനായ മുകേഷിനോടാണ്. അല്ല നീ ഇത് ചിരിച്ചില്ലേ? ഞാൻ ചിരിച്ചു. അതെ, ഒരു കാക്കാക്ക് വരെ ചിരി വന്നത് കേട്ടത്. അപ്പോൾ ഇതിനകത്ത് അപ്പോൾ ഈ കോമഡിയിൽ ജാതി ഉണ്ടോ? അങ്ങനെ ജാതി ഒന്നുമില്ല. പണ്ടുണ്ടായിരുന്നു ഇങ്ങനെ കോമഡിയിൽ ജാതി ഉണ്ടായിരുന്നു. മുല്ലാക്ക ഫലിതങ്ങൾ, മുല്ലാക്കഥകൾ. മുല്ലാക്ക എന്ന് വെച്ചാൽ മുല്ലാക്ക ഫലിതങ്ങൾ. ഞാനൊരു ഇക്ക കൂട്ടി ബഹുമാനപൂർവ്വം വിളിച്ചു. കുറച്ച് എന്നേക്കാൾ കൂടുതൽ പ്രായം ഉണ്ടാവില്ല. ഈ മുല്ല നസറുദ്ദീനി എന്നേക്കാൾ കൂടുതൽ പ്രായമുണ്ട്. അതിന്റെ പേര് ഞാൻ മുല്ലായിക്കാന്ന് വിളിച്ചു. പക്ഷെ മുല്ലാക്ക എന്ന് പറയുന്നത് പള്ളിയില് അതെ, ഞങ്ങൾ മുല്ലയിക്ക. നസറുദ്ദീൻ ഷാനിക്കനെ നിങ്ങൾ നസറുദ്ദീൻ ഷാ എന്ന് വിളിക്കും, ഞാൻ നസറുദ്ദീൻ ഷായിക്കാന്ന് വിളിക്കും. അങ്ങനെ അടുപ്പം കൂടുന്തോറും പേരുകൾ തമ്മിലുള്ള സംഭവമുണ്ട്. അതേപോലെ മുല്ലാക്ക ഫലിതങ്ങൾ, നമ്പൂരി ഫലിതങ്ങൾ എന്നൊക്കെ പറഞ്ഞ വർഗീയത ഉണ്ടായിരുന്നു അതിനകത്ത് ഫലിതങ്ങളിൽ. ഇന്ന് അങ്ങനെയൊന്നുമില്ല. അത് കുറച്ച് പേർക്ക് തോന്നലല്ലേ ഇങ്ങനെ. അത് നായർ ഫലിതം, അത് ഹിന്ദു ഫലിതം, അത് മുസ്ലിം ഫലിതം, ക്രിസ്ത്യൻ ഫലിതം, അങ്ങനെ ഒന്നും ഫലിതത്തിന് അങ്ങനെ ജാതിയൊന്നുമില്ല. എന്താണ് നിങ്ങൾക്ക് ചോദിക്കാനുള്ളത് സലീം കുമാറിൻ്റെ അടുത്ത്? ക്യാമ്പസ് കാലഘട്ടത്തിലൊക്കെ പാർട്ടി പ്രവർത്തനത്തിൽ വളരെ സജീവമായിരുന്നല്ലോ.
അതിനുശേഷം ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അതൊരു MLA സീറ്റ് മോഹിച്ചിട്ടാണോ? അല്ല, MLA സീറ്റ് മോഹിച്ചാൽ ഞാൻ ഏതായാലും ഒരു MLAയോ MP യോ മന്ത്രിയോ ആവാൻ ഉദ്ദേശിക്കുന്നില്ല. അതെന്തുപറ്റി? കാരണം എന്ന് വെച്ചാൽ ഞാൻ വളരെ, എനിക്ക് അറിയാം ഇത് ഞാൻ സമ്പാദിച്ച പൈസയാണ്, എനിക്ക് അടിച്ച് പൊളിച്ച് നടക്കാം. ഞാനൊരു 2 ദിവസം MLA ആയിട്ടിരുന്നാൽ ഇയാൾ തന്നെ ഇയാൾക്ക് പറയാം, താൻ കള്ളനല്ലടോ, താൻ ഗജതാവ് കട്ടുപിടിച്ചല്ലോടോ എന്ന് പറയും. ഇപ്പം എന്നാണ് പറഞ്ഞാൽ എനിക്ക് കാരണം കുറ്റിക്കടിക്കുക, ആരുടെ കട്ടുപിടിച്ചത് അല്ലേ? അപ്പോൾ ഒരു പൊതുപ്രവർത്തകനെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും താറടിച്ച് കാണിക്കുക. 2 ദിവസം ഇരുന്നു മതി. ഇനി കക്കാൻ പോയിട്ട് തിരുവനന്തപുരത്ത് സത്യപ്രതിജ്ഞയ്ക്ക് എത്താൻ പോലും സമയം എത്ര നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്നെ കള്ളാന്ന് വിളിക്കാം. അപ്പോൾ എനിക്ക് ആ അഹങ്കാരത്തോടു കൂടി ജീവിക്കണമെങ്കിൽ എനിക്ക് പറ്റില്ല. അതിൻ്റെ പേരില്ല, എനിക്ക് ആഗ്രഹമില്ലാണ്ടല്ല, ആഗ്രഹമുണ്ട്. പക്ഷേ എൻ്റേതായ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഒരിക്കലും ഒരു MLAയോ MP യോ ഒരു പഞ്ചായത്ത് മെമ്പർ വരെ എനിക്ക് ഞാൻ ആകരുത് എന്ന് ആഗ്രഹിക്കുന്നതാണ്. ആകരുത്, ആവില്ല എന്ന് ഉറച്ച വിശ്വാസമുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം അങ്ങനെ പഞ്ചായത്ത് മെമ്പറോ MLAയോ MP ഒക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഖജനാവ് കട്ടുപിടിക്കാനായിട്ട് താല്പര്യമുണ്ടെന്നുള്ളതാണോ? താല്പര്യമുണ്ടെന്നല്ല, നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു സംഭവമുണ്ട്. എത്ര സത്യസന്ധത! അതിന് ഞാൻ ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഞാൻ ഇന്ന് ഏറ്റവും കൂടുതൽ വേദനിക്കുന്നത് MK കൃഷ്ണൻ വനം വകുപ്പ് മന്ത്രിയായിരുന്നു. MK കൃഷ്ണൻ വനം വകുപ്പ് മന്ത്രി. അപ്പം ഞാനൊരു കോൺഗ്രസ്സുകാരനാണ്. അപ്പോൾ ഒരിക്കലും ജാഥ പോയി കഴിയുമ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഞാനല്ല ഏറ്റവും പറഞ്ഞാൽ കള്ള MK കൃഷ്ണ എന്ന് വിളിച്ച്, ചന്ദനം കള്ള MK കൃഷ്ണ എന്ന് വിളിച്ചിട്ട് ഒരു ജാഥ പോയി. അപ്പം ഞങ്ങൾ ആവേശത്തോട് ഈ മുദ്രാവാക്യം ഏറ്റു വിളിച്ചു. ഈ MK കൃഷ്ണൻ ഞാറക്കാരനാണ്. അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പോയിരുന്നു. അദ്ദേഹത്തെ ദയിപ്പിക്കാൻ 2 സെൻറ്റ് സ്ഥലം പോലും ഉണ്ടായിരുന്നില്ല. ഇത്ര നാൾ വനം വകുപ്പ് മന്ത്രിയായിരുന്ന ആൾ മരിച്ചു കഴിഞ്ഞപ്പോൾ ദയിപ്പിക്കാൻ 2 സെൻറ്റ് മണ്ണ് പോലും സ്വന്തമില്ലാത്തൊരാളെയാണ് ഞാൻ പണ്ട് ചന്ദനം കള്ള, മറ്റേ കള്ള, മറിച്ച കള്ള എന്ന് വിളിച്ചത്. അതോർത്ത് ഇന്നും എൻ്റെ മനസ്സ് വേദനിക്കുന്നുണ്ട്. അപ്പോൾ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഒരു ഇടതുപക്ഷ പ്രസ്ഥാനത്തിലെ ഏറ്റവും ആദരിക്കുന്ന നേതാവ് ആരാണെന്ന് കോൺഗ്രസ്സുകാരനായ സലീം കുമാറിൻ്റെ അടുത്ത് ചോദിച്ചാൽ ആരുടെ പേര് പറയും? യൂത്തന്മാരെ പോത്തന്മാരെ. അപ്പോൾ ഒരുമിച്ച് കോറസ് പോലെ ഞാനല്ല കോപ്പിയാണെന്ന് കണ്ടുപിടിച്ചത് ഇവിടുത്തെ മാധ്യമങ്ങളാണ്, ഈ ആളുകൾ തന്നെയാണ്. ഒരു പ്രമുഖ സംവിധായകന്റെ ചിത്രങ്ങളെ കുറിച്ച് ചേട്ടൻ പറഞ്ഞത് ഒരേ റൂട്ടിലോടുന്ന ബസ്സുകൾ എന്നാണ്. എനിക്ക് അന്ന് ഇന്നും ഒക്കെ ഞാൻ EK നായനാരുടെ ഫാനാണ്. ഞാൻ അങ്ങേര് മരിച്ചപ്പോഴായിരുന്നു ഞാൻ ഏറ്റവും കൂടുതൽ കരഞ്ഞത്. അദ്ദേഹം മരിച്ചപ്പോഴായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം അതിൽ പോയപ്പോൾ ചെന്ന് എനിക്ക് വേണമെങ്കിൽ അല്ലാതെ കാണാമായിരുന്നു. എനിക്ക് തോന്നിയത് ഒരു സാധാരണക്കാരനായ സലീം കുമാറായിട്ട് തന്നെ കാണണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ പറവൂർ ജംഗ്ഷനിൽ പോയി നിന്ന് കാണാനൊന്നും പറ്റൊന്നുമില്ല. അപ്പോൾ അത് കണ്ടപ്പോൾ അദ്ദേഹം ഉണ്ടാക്കി, അത് അങ്ങേര് മാർക്സിസ്റ്റുകാരനാണെന്ന് പറഞ്ഞ് നിന്നിട്ട് തന്നെയാണ് ഇത്രയും ഒരു കോൺഗ്രസ്സുകാരൻ്റെ ഹൃദയം കവരാൻ സഹായിച്ചത്, സ്വാധീനിച്ചല്ല കവരാൻ സഹായിച്ചത്. ഇപ്പോഴും ഞാൻ പ്രസംഗങ്ങൾ എവിടെയുണ്ടോ, പറവൂർ സൈഡിൽ എവിടെയുണ്ടോ അന്നും ഞാൻ പോകുമായിരുന്നു. ഇപ്പോൾ അടുത്തിട വരെ ഞാൻ പോകുമായിരുന്നു. അന്ന് സൈക്കിളിൽ പോകുമായിരുന്നു, പിന്നീട് കാറിൽ പോയിട്ട് കാറിൽ നിന്ന് ഞാൻ കേൾക്കുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആ ഹ്യൂമറും അതുപോലുള്ള പ്രസംഗങ്ങളൊക്കെ ഞാൻ അദ്ദേഹത്തിൻ്റെ ഫാൻ തന്നെയാണ്, അന്നൊന്നും ഫാൻ തന്നെയാണ്. ഇപ്പോൾ രാഷ്ട്രീയ അനുഭവങ്ങൾ ഒരുപാടുണ്ടെന്ന് പറഞ്ഞു സലീം. ശരിക്കും ഓർത്തിരിക്കുന്ന രാഷ്ട്രീയ അനുഭവം, അതായത് നമ്മൾ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഓർക്കുമ്പോൾ ചിരി വരുന്ന രാഷ്ട്രീയ അനുഭവങ്ങൾ? രാഷ്ട്രീയത്തിൽ ഈ ഒരു പ്രവർത്തകൻ എന്ന രീതിയിൽ ഞാൻ പരാജയപ്പെട്ടു. അത് എതിരാളി എൻ്റെ ഈ വീക്ക്നെസ് കണ്ടെത്തിയെന്നും എനിക്കതിന് പകരം വെക്കാൻ മറുമരുന്നില്ലാത്ത ഒരവസ്ഥയിൽ ഉള്ള സംഭവമുണ്ട്. കാരണം പറവൂര് ചിറ്റാറ്റുകര എന്ന് പറയുന്ന സ്ഥലത്താണ് എൻ്റെ വീട്. അപ്പോൾ അവിടെ മുദ്രാവാക്യം എഴുതാൻ, മുദ്രാവാക്യത്തിൻ്റെ വയലാറാണ് ഞാൻ, കോൺഗ്രസ്സുകാരില്ല. കോൺഗ്രസിന് വേണ്ടി മുദ്രാവാക്യങ്ങൾ ഞാൻ കവിതകൾ പോലെ ഇങ്ങനെ രചിക്കും. അപ്പം എന്തൊക്കെയാണ് അപ്പോൾ എന്ന് വെച്ചാൽ അത് പലരും പോരാ. ഇപ്പോൾ മാർക്സ് പാർട്ടിയിലിരിക്കണ പലരും എൻ്റെ സ്നേഹിതന്മാരാണ് അവർ പോരാ. അപ്പോൾ എൻ്റെ കൂടെ ജാഥക്ക് വരുമ്പോൾ കോൺഗ്രസ്സുകാർക്ക് ഒരു ഉശിരാണ്. കാരണം നല്ല നല്ല മുദ്രാവാക്യങ്ങളുണ്ടാവും. മറ്റവർക്ക് അത് ഈ പ്രാദേശികവാദമൊക്കെ നമ്മുടെ നാട്ടിനൊക്കെ സംഭവം കുത്തിക്കയറ്റിയിട്ട് അതെ കൈയടി വാങ്ങിക്കാന്നൊക്കെ ആ മുദ്രാവാക്യത്തിൻ്റെ രസങ്ങളുണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞ രീതിയിൽ ഇതിൽ പലപ്പോഴും പരാജയപ്പെട്ടു പോകുന്ന പതിവ്. അപ്പോൾ ഞങ്ങൾ യൂത്ത് കോൺഗ്രസ്സുകാർ ഇങ്ങനെ ജാഥയിട്ട് വരും, പുതിയ പുതിയ മുദ്രാവാക്യങ്ങൾ വരും. അപ്പോൾ ഇങ്ങനെ പോകുമല്ലോ ഒരു ജാഥ പാസ്. അതാണ് ഏറ്റവും വലിയ രസം. ഇപ്പുറത്തുനിന്ന് മാർക്സ് പാർട്ടിക്കാർ ജാഥ വരുന്നു, ഞങ്ങൾ DYFI ജാഥ വരുന്നു, ഇപ്പുറത്തുനിന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ ജാഥ വരുന്നു,
ഇത് പലപ്പോഴും ഈ മുദ്രാവാക്യം കേട്ടിട്ട് അവരൊന്ന് ശ്രദ്ധിക്കുമ്പോൾ പറയുന്ന മുദ്രാവാക്യം എന്താണെന്നുള്ളത് എൻ്റെ ഫ്രണ്ട്സ് തന്നെ അപ്പുറത്തേക്കണത്, എൻ്റെ ഇൻറ്റിമേറ്റ് ഫ്രണ്ട്സ് തന്നെ അപ്പുറത്തേക്കണത്. അപ്പോൾ അവർ പറയും ചെയ്യും, ആ കൊള്ളാന്നിട്ടോ അവസാനം കൊള്ളായിരുന്നു അവർ പറയുകയും ചെയ്യും. പക്ഷേ ഇവർ ഞാൻ വിളിക്കുന്ന മുദ്രാവാക്യം വിളിച്ചു വരുമ്പോൾ ഇവരൊരു ദിവസം ഇങ്ങനെ വിളിച്ചു, ഇങ്ങനെ യൂത്തന്മാരെ പോത്തന്മാരെ എന്ന് വിളിച്ചു. ഇതിനെനിക്ക് ഇതില്ല. അതായത് യൂത്ത് കോൺഗ്രസ്സുകാരൊക്കെ ബുദ്ധിയില്ലാത്ത പോത്തന്മാരെന്നാണ് അവർ പറയണത്. അങ്ങനെ യൂത്തം അത് ഭയങ്കര പ്രാസപ്പിച്ചിട്ട് യൂത്തന്മാരെ പോത്തന്മാരെ, അപ്പോൾ ഒരുമിച്ച് കോറസ് പോലെ യൂത്തന്മാരെ പോത്തന്മാരെ ഇത് കേൾക്കുമ്പോൾ എനിക്ക് മുദ്രാക്കിയില്ലാതാകും. അപ്പം അതിൻ്റെ പേരിൽ ഞാൻ ഓപ്പോസിറ്റ് വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ വലിയ രാവിലെ തന്നെ ഞാനാണ് വിളിക്കണത്. ഇത് പറയും യൂത്തന്മാരെ പോത്തന്മാരെ എന്ന് പറയുമ്പോഴേക്കും അതിന് എനിക്ക് നമ്മളുടെ വീക്ക് പോയിന്റ് എതിരാളികൾ കണ്ടുപിടിച്ച് അപ്പോൾ അതിനെനിക്ക് മറന്നിരുന്ന് ഇന്നും എനിക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. അത് കൊട്ട് തലക്കിട്ട് മാത്രമല്ല, പിന്നെ കുറച്ച് നേരത്തേക്ക് എനിക്ക് ആരെങ്കിലും തല്ലിപ്പള്ളി മുദ്രാക്കം വിളിച്ച് പോകും. അതിന് ഞാൻ പലപ്പോഴും പല രാത്രി കാലങ്ങളിൽ ബീഡിയും വിളിച്ചിരുന്ന് ആലോചിച്ചിട്ടുണ്ട്, ഇങ്ങനെ ഇതിൻ്റെ കണ്ടുപിടിക്കണം. എന്നിട്ട് ഇപ്പോഴും അതൊന്നും കിട്ടിയിട്ടില്ല. മറ്റത് അങ്ങനെ എന്നെ പിന്തുടർന്ന് പോകണുണ്ടെന്നാനും. ഇനി ചുമ്മാ നമുക്ക് കാര്യങ്ങളിൽ നിന്ന് മാറ്റിയിട്ട് കുറച്ച് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഈ കഥാപ്രസംഗത്തിന്റെ ഇടയിൽ പറയും എൻ്റെ പാർട്ടിയിൽപ്പെട്ടവർ 2-3 പാട്ട് പാടുന്നതാണെന്ന്. അങ്ങനത്തെ പാട്ടാണ്. അതെ, ഹാർമോണിസ്റ്റ്, കോൺഗ്രസ്റ്റ്, ഗിറ്റാറിസ്റ്റ്, അതെ. അതുപോലെ ഒരു പാട്ടിൻ്റെ ലിറിക്സ് മാറ്റി വേറൊരു പാട്ടിൻ്റെ ട്യൂണോട് ചേർത്ത് പാടും. അതിൻ്റെ ഉത്തരം പറയേണ്ടതെന്ന് വെച്ചാൽ ട്യൂൺ ഏതാണെന്നും ലിറിക്സ് ഏതാണെന്നുള്ള പാട്ട് കണ്ടുപിടിച്ച് അത് പാടണം. മാലിനി നദിയിൽ കണ്ണാടി നോക്കും മാനേ, ആരോടും പോയി പറയരുതീ കഥ മാനേ. മാലിനി നദിയിൽ കണ്ണാടി നോക്കും മാനേ, ആരോടും പോയി പറയരുതീ കഥ മാനേ. ഇതിൻ്റെ ട്യൂൺ ഏതാണെന്ന് കണ്ടുപിടിച്ചിട്ട് ഇത് ഒരുമാതിരി സാമ്പാറും എരിവുളിയും രസവും മോരും ഒക്കെ കൂടി കാച്ചിട്ട് വിളമ്പിയിട്ട് ഇതില്ല യഥാർത്ഥ സാധനം ഏതാണെന്ന് ചോദിച്ച അവസ്ഥയിലായിപ്പോ ഞാൻ. ഇത് എൻ്റെ ഒരു ക്ലൂ തരാം. നസീർ സാറാണ് അഭിനയിച്ചത്. 600 പടത്തിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോ അതില് അത് നല്ല ശകുന്തളയും ദുഷ്യന്തനായിട്ടാണ് അഭിനയിച്ചത്. അല്ലാണ്ട് മാലിന്യ നദിയിൽ വന്നിട്ട് യുവദാസും യേശുക്രിസ്തുവും ആയിരിക്കും എനിക്കറിയാം. ആ ലിറിക്സ് വെറുതെ ചുമ്മാ വായിച്ചു നോക്കിയാൽ മനസ്സിലാവില്ലേ? മാലിനി നദിയിൽ കണ്ണാടി നോക്കും മാനെ പുള്ളി മാനെ, ആരോടും പോയി പറയരുത് ഈ കഥ മാനെ. അതല്ലേ? അതന്നെ. പക്ഷെ രണ്ടും കൂടി കിടന്നതിന്റെ പേരില്ലേ? അതന്നെ. പക്ഷെ മാലിനി എന്നുള്ള വാക്ക് കണക്ട് ചെയ്തിട്ട് ആ പാട്ട് മാലിനി നദി ഒന്നും ഇല്ല, അതിന്റെ പേരിലെ പെട്ടെന്ന് മാലിനി നദിയിൽ കണ്ണാടി നോക്കും മാനെ പുള്ളി മാനെ, ആരോടും പോയി പറയരുതീ കഥ മാനെ പുള്ളിമാനേ. മാലിനി നദിയിൽ കണ്ണാടി നോക്കും മാനേ പുള്ളിമാനേ, ആരോടും പോയി പറയരുതീ കഥ മാനേ പുള്ളിമാനേ. ഇവിടെ ഒരു കുട്ടി എന്തോ ചോദിക്കാനുണ്ട്. ഹായ് സലിമേട്ടാ, ഞങ്ങൾ മാർവേൻസിലെ സ്റ്റുഡൻസ് ആണ്. ഒരു പ്രമുഖ സംവിധായകൻ്റെ ചിത്രങ്ങളെക്കുറിച്ച് ചേട്ടൻ പറഞ്ഞത് ഒരേ റൂട്ടിലോടുന്ന ബസ്സുകളെന്നാണ്. ആ സംവിധായകൻ്റെ സിനിമയിൽ അവസരം കിട്ടാത്തതിലുള്ള അമർഷം കൊണ്ടാണോ ചേട്ടൻ അങ്ങനെ ചോദിച്ചത്? പിന്നെ ഒരു കാര്യം കൂടി ചോദിക്കാണ്ട് സലീമേട്ടാ, പൊക്കാളി എന്ന ഡോക്യുമെന്ററിക്ക് അവാർഡ് കിട്ടിയില്ല എന്ന് പറഞ്ഞ് സലീമേട്ടൻ ഒത്തിരി ബഹളം ഉണ്ടാക്കുകയുണ്ടായി. ഇത്തരത്തിൽ ബഹളം ഉണ്ടാക്കി വാങ്ങിക്കേണ്ടതാണോ അവാർഡുകൾ? ഈ പിള്ളേർക്ക് വായനാശീലം എന്നൊന്നില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായി. അല്ല, ആദ്യം പറഞ്ഞത് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സത്യനന്ദിക്കാരൻ്റെ പടത്തിനെ കുറിച്ചിട്ട് ഞാൻ പറഞ്ഞ ഒരു ഇതാണ് ആദ്യം പറഞ്ഞത്. അതിനു മുമ്പ് മാതൃഭൂമി എന്ന് എൻ്റെ ഓണപ്പതിപ്പിൽ ചർച്ചയിൽ വന്ന ഒരു പോയിന്റ് മാത്രമാണത്. അതിന് അപ്പുറത്തുമുണ്ട് പോയിന്റ്, ഇപ്പുറത്തുമുണ്ട്. സത്യനന്ദിക്കാരൻ മോശക്കാരനല്ലെന്ന് ആണെന്ന് ഞാൻ എൻ്റെ സർട്ടിഫിക്കറ്റ് അങ്ങനെ എനിക്ക് ആവശ്യമില്ല. അദ്ദേഹം ഒരുപാട് ചിത്രങ്ങൾ കൊണ്ട് തെളിയിച്ച മനുഷ്യനാണ്. പക്ഷെ അതിന് അപ്പുറത്തും ഇപ്പുറത്തും വെച്ചത് മാച്ച് കളഞ്ഞിട്ട് ഇത് മാത്രം എടുത്തിട്ട് വാക്ക് ബൈറ്റ് എന്നൊക്കെ സംഭവം ഉണ്ടായിരുന്നു. അതിനെ എടുത്തിട്ടപ്പോൾ ഞാൻ ഇത്രയും മാത്രം പറഞ്ഞുള്ളൂ. എന്ന് വെച്ചാൽ ഒരേ ടൈപ്പ് ഉള്ള ചിത്രങ്ങൾ എന്ന് വെച്ചാൽ അത് എളുപ്പവുമാണ്, അത് റിസ്ക് ഇല്ലാത്ത സംഭവമാണ്, പക്ഷേ സേഫ്റ്റിയുമാണ്. ഇതിൻ്റെ രണ്ട് വശങ്ങളെക്കുറിച്ച് പറഞ്ഞു എന്നപ്പോൾ പറഞ്ഞു എന്നുള്ളൂ. അതാ ഞാൻ പറഞ്ഞു തന്നെയാണ്. അപ്പോൾ അത് മാത്രം ഒരു വാക്ക് ബൈറ്റിൽ ആരോ പറഞ്ഞു കേട്ട വാചകമാണ് ഒരു കുട്ടി പറഞ്ഞത്.
രണ്ടാമത്തെ കുട്ടിയും പത്രവായന തീരെ ഇല്ല. കാരണം അവാർഡിനെതിരെയായിട്ട് ഞാനൊന്നും പറഞ്ഞിട്ടില്ല. ഇവിടെ അവാർഡ് കൊടുക്കണ്ടെന്നോ തെറ്റായി പോയെന്നോ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് ഡോക്യുമെൻ്ററി കണ്ടില്ല. ജൂറിമാർ ഞാൻ സംവിധാനം ചെയ്ത് ഞാൻ നിർമ്മിച്ച ഡോക്യുമെൻ്ററി കണ്ടില്ല. അതിനെതിരെയാണ് ഞാൻ കേസ് കൊടുത്തത്. അല്ലാതെ എനിക്ക് അവാർഡ് കിട്ടിയില്ലെന്ന് ഞാൻ അതിനെക്കുറിച്ച് പ്രതികരിക്കുക പോലും ചെയ്തിട്ടില്ല. അവാർഡൊക്കെ കൊടുക്കേണ്ടത് ജൂറിമാർ, ഇത്ര ജൂറിമാർ വെച്ചിട്ടുണ്ട്, അവർ തീരുമാനിക്കും ഇതിനാണെന്ന്. അവരുടെ വാക്കാണ് അവസാനത്തെ വാക്ക് വരെയാണ്. അതിൽ അഴിമതി നടന്നോ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് ഇതാണ്, ഇത് കാണിച്ചില്ല. ഇത് എനിക്കല്ല, ഇനി നാളെയും ഈ ഡോക്യുമെൻ്ററി ആയിട്ട് ഇവിടെ ആളുകൾ വരും. അപ്പോൾ അവർക്ക് ഇത്തരത്തിലൊരു അനുഭവം പാടില്ല. ഇപ്പോൾ ഈ കുട്ടികൾ ആരെങ്കിലും നാളെയും വരും. ഇത് തന്നെ ചോദിച്ചിട്ടുണ്ട്. അതെ, അപ്പോൾ ചോദിക്കും ഇവർക്കും നാളെ ഡോക്യുമെൻ്ററി പിടിച്ച് ഇവർക്കും ഇതേ അവസ്ഥ ഉണ്ടാവും. അത് വരാതിരിക്കാൻ ഒരു ചെറുവിരൽ അനക്കുക മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഈ ചെറുവിരൽ അനക്കുന്ന കാര്യത്തിൽ ദേശീയ അവാർഡ് കിട്ടിയതിന് ശേഷം ഈ സലിംകുമാറിന്റെ ചെറുവിരൽ അനക്കൽ ഇത്തിരി കൂടുതലല്ലേ? സലിംകുമാറിന്റെ ചെറുവിരൽ എപ്പോഴും അനങ്ങിക്കൊണ്ടിരിക്കുന്നു. ദേശീയ അവാർഡ് കിട്ടിയതിന് ശേഷം ആളുകൾ വരുമ്പോൾ തന്നെ നോക്കിയിരിക്കണം. അതെൻ്റെ കുഴപ്പമില്ല. അല്ല, മിണ്ടുന്നതിന് അതൊരു വാർത്തയാകുന്നു. സലിംകുമാർ ആ ആൾക്ക് അവാർഡ് കിട്ടിയതിന് വിമർശിക്കുന്നു, അല്ലെങ്കിൽ ആ ചിത്രം ഇന്ന ചിത്രത്തിൻ്റെ കോപ്പിയാണെന്ന് കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ പുറകെ പോകുന്നു. ഇതൊക്കെ ശരിക്കും ഈ ദേശീയ അവാർഡ് ഞാനല്ല കോപ്പിയാണെന്ന് കണ്ടുപിടിച്ചത് ഇവിടുത്തെ മാധ്യമങ്ങളാണ്, ഈ ആളുകൾ തന്നെയാണ്. അല്ലാണ്ട് ഞാനിത് തിരഞ്ഞെടുത്തിട്ട് പിന്നെ കണ്ടുപിടിച്ച് ആദ്യമായിട്ട് ഞാൻ പറഞ്ഞ സംഭവങ്ങളൊന്നുമല്ല. ഇത് ഇവിടുത്തെ മാധ്യമങ്ങൾ കാണിച്ചു. ഞാൻ പറഞ്ഞ ശേഷം പറഞ്ഞ മുമ്പ് അറിയാം, മാധ്യമങ്ങൾ സംഭവങ്ങൾ കാണിച്ചു. ഞാനിപ്പോൾ ഇംഗ്ലീഷ് പടം കാണലും നിർത്തി. എന്തുപറ്റി? കാരണം പല മലയാള പടങ്ങളും ഇതിൽ കാണാൻ പറ്റുന്നതുകൊണ്ട്. കാരണം ഇനി ഞാൻ പറഞ്ഞു ഇംഗ്ലീഷ് പടത്തിൽ കാണുന്നില്ല. കാരണം ഇംഗ്ലീഷ് പടം കണ്ടാലും പല മലയാള പടം ഇതെന്താണ് ഇങ്ങനെ. അപ്പോൾ അതിൻ്റെ പേരിൽ ഇംഗ്ലീഷ് പടം ഞാൻ നിർത്തി. പോരെ, ഇനി ഒരാളും ഞാൻ ഇന്ന പടം കോപ്പിയാണെന്ന് ഞാൻ പറയില്ല. അല്ല, ഞാൻ ചോദിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് സലിമിന് ആധികാരികമായിട്ട് കാര്യങ്ങൾ പറയുന്നത് അല്പം കൂടുതലാണ്. സലിമിന് കുറച്ച് ജാടയാണ്, അതും ദേശീയ അവാർഡ് കിട്ടിയതിന് ശേഷം എന്ന് ഒരു പറച്ചിലുണ്ട്. അല്ല, സത്യനന്ദിക്കാരനെ കുറിച്ച് ഞാൻ പറഞ്ഞു ദേശീയ അവാർഡ് കിട്ടുന്നതിന് മുമ്പാണ്. അദ്ദേഹം ഞാൻ പറഞ്ഞില്ലേ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചിത്രത്തിൽ അഭിനയിക്കാൻ പറ്റാത്ത വിഷമം ആണോ ഇത് പറഞ്ഞത് ആ കുട്ടി ചോദിച്ചു. അതിൽ കാര്യം ഇല്ലാതില്ല. കാരണം ഈ മലയാള സിനിമ അങ്ങനെയാണ്. തനിക്ക് അഭിനയിക്കാൻ കിട്ടാത്ത ഡയറക്ടർമാരൊക്കെ മോശം ഡയറക്ടറും തന്നെ അഭിനയിക്കാൻ വിളിക്കുന്നവരൊക്കെ നല്ല ഡയറക്ടറൊന്നും ഉള്ളൊരു വിശ്വാസത്തിലാണ് മലയാള നടന്മാർ ഇതുവരെ കണ്ടേക്കണത്. എന്താ അപ്പോൾ ഞാൻ അങ്ങനെയൊന്നും കണ്ടു. സത്യനന്ദിക്കാട് നല്ല ഡയറക്ടർ തന്നെയാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ പക്ഷേ ഇറങ്ങിയ ഇപ്പോഴല്ല, അന്ന് 2-3 വർഷം മുമ്പ് ഞാൻ പറഞ്ഞ സംഭവമാണ്. അതെ, അത് പിന്നീട് എനിക്ക് അവാർഡ് കിട്ടിയപ്പോൾ പത്രക്കാർ ഒന്നും കൂടി ഇട്ടെന്ന് മാത്രമേ ഉള്ളൂ. ഞാനത് പറഞ്ഞിട്ട് 3-4 വർഷം ഇപ്പോൾ പറഞ്ഞിട്ട് ഒന്നുകൂടി ഫ്രിഡ്ജിൽ നിന്ന് ചൂടാക്കി വെച്ചെന്ന് പറഞ്ഞവരെ. അപ്പം അതാണ് ഈ കുട്ടി വായിച്ചേക്കണത്. അപ്പം ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പം വെട്ടി തുറന്ന് പറയാൻ ഉള്ള ചങ്കുറ്റം ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ, അങ്ങനെയാണെങ്കിൽ സലിംകുമാറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കഴിവുണ്ട് എന്ന് തോന്നുന്ന സംവിധായകൻ ആരാണ് മലയാള സിനിമയിൽ? ഒരാളുടെ പേര് മാത്രം ഞാൻ പറയുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഒന്നല്ല എന്തായാലും ഒന്നല്ല. ഒരു 5 പേരെടുക്കുകയാണെങ്കിൽ പറഞ്ഞു, ഒരു 10 വേണ്ട, ഒരു 5. 10 എന്ന് പറയുമ്പോൾ ഒരുപാട് നമുക്ക് വേണമെങ്കിൽ പറയാം. അതല്ല, ഞാൻ പറഞ്ഞല്ലോ എന്നെക്കുറിച്ചും ഇപ്പോൾ സാമാന്യ ഓഡിയൻസിനൊക്കെ അറിയാം. അപ്പോൾ ഒരാളെ വിട്ടുപോയാൽ എനിക്ക് വല്ലാത്തൊരു വിഷമമായിരിക്കുള്ളൂ. ഒരാളെ വിട്ടുപോയാൽ. കാരണം ചെയ്തിട്ടുണ്ട് ഒരുപാട് പേര്. ഞാൻ പറഞ്ഞു, ഒന്നല്ലാത്ത കൂടുതൽ ഡയറക്ടേഴ്സൊക്കെ നമുക്ക് അഭിമാനത്തോട് പറയാൻ പറ്റിയ ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ അവരിൽ ഒരു പേര് വിട്ടുപോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പിന്നീട് ആലോചിക്കും, ഇത്രയും ഈ സെറ്റപ്പിൻ്റെ മുന്നിലിരുന്നിട്ട് ഒരാളുടെ പേര് ദൈവമേ അങ്ങനെ പേര് പറഞ്ഞില്ലല്ലോ. നടന്മാരെ പേര് പറയാൻ പറ്റുമോ? നടന്മാരുടെ പേര് എനിക്ക് പെട്ടെന്ന് ആലോചിക്കേണ്ടൊന്നും ആവശ്യമൊന്നുമില്ല. ഭരത് ഗോപി എൻ്റെ സ്വപ്നം ആണ്. അങ്ങനെയൊക്കെ ഒരിക്കലെങ്കിലും അഭിനയിക്കാൻ പറ്റുമോ? പറ്റില്ല, അതൊക്കെ പറ്റില്ലെന്നറിയാം. ഒരു ഗോൾ എന്നൊക്കെ പറയും, നമ്മുടെ ഒരു ലക്ഷ്യം എന്നൊക്കെ പറയൂലേ. അപ്പോൾ യോഗ പഠിക്കുന്ന സമയത്ത് നമ്മൾ പറയും, ഈ കാലെടുത്ത് നെറുന്തലിൽ വെക്കുക, ഇതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. നെറുന്തല പോയിട്ട് മുതുവരെത്തില്ല, അത് നമ്മുടെ കാല്. പക്ഷേ ലക്ഷ്യം നെറുന്തലിരിക്കണം. അതുപോലെ എൻ്റെ ലക്ഷ്യം ഭരത് ഗോപിയാണ്.
അപ്പോൾ ഞാൻ ഈ ഭരത് ഗോപി എന്ന് ഇപ്പോൾ ചോദിക്കുമ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ട നടൻ ആരാണെന്ന് ചോദിച്ചപ്പോൾ ഭരത് ഗോപി അല്ലെങ്കിൽ തിലകൻ എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന നടന്മാരുടെ പേര് പറയാനായിട്ട് എന്തൊരു മടി? അല്ല അല്ല, എനിക്ക് ഇഷ്ടപ്പെട്ട ആൾ മരിച്ചുപോയെന്ന് വെച്ചാൽ അത് എൻ്റെ കുഴപ്പമില്ല. അത് എൻ്റെ അമ്മയച്ഛനും ആരെന്ന് വെച്ചാൽ മരിച്ചുപോയി. എന്തുകൊണ്ട് നിങ്ങൾക്ക് ജീവിച്ചിരിക്കുന്ന ഒരാളുടെ പേര് അച്ഛനമ്മക്ക് ഇട്ടൂടെ ഒന്ന് ചോദിച്ചൂടെ? ഞാൻ ഒരു സംവിധാനം മേലെങ്കിൽ കണ്ടില്ല. ഇനി അവരത് അണ്ടർവെയറായിട്ട് വരികയെന്ന് എനിക്കറിയില്ല. ഇതിന്റെ കൂടെ ഒന്നും ഒരു കുഞ്ഞില്ല, സുരേഷ് ഗോപിയുടെ കൂടെ ഒന്നും ഒരു കുഞ്ഞില്ല, ലാലേട്ടന്റെ കൂടെ ഒരു കുഞ്ഞില്ല. അപ്പം ഇപ്പോൾ ഈ അടുത്തിടെ സലിംകുമാർ സംവിധാന മേഖലകളിലേക്ക് തിരിഞ്ഞു. ഇപ്പം സിനിമയല്ല, സിനിമ സംവിധാനം ചെയ്യാൻ പോകുന്ന ഒരു ന്യൂസ് ആയിട്ട് ശരിയാണ്? സംവിധാനം ഇൻഷാ രാമ ചെയ്തേക്കും. എന്ത് ഇൻഷാ രാമ എന്ന് വെച്ചാൽ ഇൻഷാ അള്ളാന്ന് പറയുമ്പോൾ മുഴുവൻ അങ്ങനെ മുസ്ലിങ്ങൾ കൊണ്ടുപോകണ്ട, കുറച്ച് ഹിന്ദുക്കൾക്ക് കൊടുത്തേക്കാന്ന് വെച്ചാണ് ഇൻഷാ രാമ എന്ന് പറഞ്ഞത്. ശരിയാ, ഞങ്ങൾ എന്തെങ്കിലും പറയും ഇൻഷാ അല്ലാ എന്ന് പറയാം. അത് ഇൻഷാ രാമ. ആ ഈ സംവിധായകന്റെ മേലങ്കി അണിഞ്ഞപ്പോൾ എന്ത് തോന്നി അഭിനേതാവിന്? ഞാൻ ആ മേലങ്കി കൊണ്ടുവരണ്ടായില്ല, അതിന്റെ വലിയ ഞാൻ അണിഞ്ഞില്ല, അതാണ് പറ്റിപ്പോയത്. പക്ഷേ ശരിക്കും അല്ലാതാണ് ഈ സംവിധായകന് എവിടെയും മേലങ്കി ഇരിക്കണം. സാധാരണ എല്ലാവരും പറയുന്നത് അല്ലാതെ ഞാൻ ഒരു സംവിധാനം മേലങ്കി കണ്ടില്ല. ഇനി അവരത് അണ്ടർവെയറായിട്ട് വരികയെന്ന് എനിക്കറിയില്ല. കാരണം എല്ലാ സംവിധായകരും അങ്ങിപ്പോ സംവിധായകന്റെ മേലങ്കി അണിഞ്ഞല്ലോ, അപ്പൊ ഈ കേൾക്കുന്ന സംവിധായകൻ പറയും അതെ എന്ന് പറയും. പക്ഷെ നമ്മൾ ഈ മേലങ്കി ഒട്ടും നമ്മളാരും കാണുന്നില്ല. മേലങ്കി അങ്കി എന്ന് വെച്ചാൽ വസ്ത്രമാണല്ലോ അല്ലേ? ആ, അപ്പൊ അത് മോളിൽ കാണണമല്ല വസ്ത്രം, സംഭവം ഇല്ല. അപ്പോൾ ഈ സിനിമ ഇപ്പോൾ ടെലിഫിലിം ചെയ്തപ്പോൾ അത് സീരിയസ് ആയിട്ട് ചെയ്തു. സിനിമ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അത് കാശ് തിരിച്ച് കിട്ടുന്ന ഒരു സംഭവം ആയിരിക്കില്ലേ? ഒരിക്കലും ഇല്ല. നല്ല സിനിമ, ഈ നല്ല സിനിമ ചീത്ത സിനിമ എന്ന് പറഞ്ഞിട്ട് എന്താണ് ഈ തരംതിരിക്കുന്നത്? എന്താണ് അതിന്റെ? ആളുകൾ ഏത് സിനിമ ആളുകൾ കാണുന്നില്ല, ആ സിനിമ നല്ല സിനിമ. ആദാമിൻ്റെ മകൻ അബു പോലുള്ള ചിത്രങ്ങളിൽ പുതിയ സംവിധായകൻ, പുതിയ രചയിതാവ്, ഇത്തരത്തിലുള്ളൊരു കഥ കുറേ കോമഡികൾ മാത്രം സക്സസ് ആക്കിയിരിക്കുന്ന സലിംകുമാറിനെ വെച്ചിട്ട് ഇങ്ങനൊരു ചിത്രം ചെയ്യാമെന്ന് കാണിച്ച അദ്ദേഹത്തിൻ്റെ ചങ്കൂറ്റത്തെ ആ ചിത്രത്തിൽ അഭിനയിച്ചാൽ നന്നാകും എന്ന് കരുതിയിട്ടാണ് 10 പൈസ വാങ്ങിക്കാതെ, അല്ലെങ്കിൽ പ്രതിഫലം ഒന്നും പ്രതിഫലം പറഞ്ഞിരുന്നു, പ്രതിഫലം ഒന്നും പറയാണ്ടെന്ന് ഞാൻ പോയിട്ടില്ല. ആ സമയത്ത് മേടിച്ച ചിത്രങ്ങളുടെ പ്രതിഫലം വാങ്ങിച്ചില്ല. എന്നിട്ട് അപ്പോൾ ഒരു പ്രതിഫലം ഞാൻ പിന്നീട് വാങ്ങിച്ചില്ല, ഒന്നും വാങ്ങിച്ചില്ല. ഒരു പ്രതിഫലം അയാൾ പറഞ്ഞു ഇതെനിക്ക് തരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഓക്കെ മതി എന്നും പറഞ്ഞു. ഈ കഥ കേട്ടപ്പോൾ എനിക്ക് തോന്നി ഇത് എവിടെയൊക്കെയോ പോയി നിൽക്കാൻ സാധ്യതയുള്ള ഫിലിമാണെന്ന് എനിക്ക് ഒറ്റപ്പാലത്ത് വെച്ചാണ് ഞാൻ ഊഹിച്ചു. അവാർഡ് കിട്ടുന്നു ഊഹിച്ചിരുന്നു. അവാർഡല്ലോ, നല്ലൊരു ഫിലിമായിരിക്കും, ഇത് ശ്രദ്ധിക്കപ്പെടുമെന്നുള്ള, ആ തരത്തിൽ ശ്രദ്ധിക്കപ്പെടുമെന്നുള്ള കാര്യം അന്നേ ഊഹിച്ചിരുന്നു. അല്ലെങ്കിൽ ഞാൻ ചുമ്മാ പോയിട്ട് എന്താണ് പഴയ ചൊല്ലി ഉണ്ടല്ലോ, ചുമ്മാ പോയിട്ട് വാപ്പൻ അവിടെ പെയിന്റ് അടിക്കില്ലല്ലോ. അപ്പം എന്തൊക്കെയോ ഇതുണ്ടാവാം. അവാർഡ് അല്ല, ഇത് ശ്രദ്ധിക്കപ്പെടുന്ന ഫിലിമായിരിക്കാം. ഇപ്പോൾ ഇന്ത്യൻ സിനിമയുടെ 100 വർഷ ചരിത്രത്തിൽ ഒരു സിനിമയായിട്ട് മാറി തിരഞ്ഞെടുത്തിരിക്കുകയാണ് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് അബു. ശരി, ആദാമിൻ്റെ മകൻ അബു എന്ന് പറയുന്ന ചിത്രം, ആ ചിത്രത്തിൻ്റെ കഥ കേട്ടപ്പോൾ ഈ പടം വളരെയധികം ശ്രദ്ധിക്കപ്പെടുമെന്ന് മനസ്സിലാക്കി അഭിനയിച്ച സലിംകുമാർ എന്തുകൊണ്ടാണ് കിന്നാരത്തുമ്പി എന്ന് പറയുന്ന ഒരു ഷക്കീല ചിത്രത്തിൽ പോയി ആ ചിത്രം അങ്ങനെ ആകുമെന്ന് അറിഞ്ഞിട്ടാണ് ആ പടത്തിൽ പോയി അഭിനയിച്ചത്? അല്ല, ആ ചിത്രം അങ്ങനെ ആവുന്നതിൻ്റെ കഥാകൃത്തോ സ്ക്രിപ്റ്റ് റൈറ്ററോ ഡയറക്ടറോ പ്രൊഡ്യൂസറോ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. എന്ത് അത്തരത്തിലുള്ളൊരു സെക്സ് പടമാണെന്ന് അവർ പോലും വിചാരിച്ചിട്ടില്ല. പിന്നെ ഇത് ഒരു പറയുന്നൊരു സെക്സ് ആണ്. ഇപ്പോൾ ന്യൂ ജനറേഷൻ സിനിമ എന്നൊക്കെ പറഞ്ഞ പോലെ ഒരു 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 സെക്സ് കാണിക്കാതെ കാണിച്ചു എന്നാൽ കാണിച്ചില്ലേ, അങ്ങനെ ഒരു ജീവിതവുമായിട്ട് ഇടവഴിക്കെടുക്കുന്ന ഒരു സെക്സിന് വലിയ സ്ഥാനമുണ്ട്. അല്ലാതെ ഒരു സെക്സിൻ്റെ ഒരു വൾഗാരിറ്റി കാണിക്കാൻ വേണ്ടി ഒരു ഫിലിമായിട്ടല്ല ചെയ്തത്. അതെ, ഇപ്പോൾ നിർവേദം പോലെയോ അത്തരത്തിലുള്ള ഒരു ഒരു ഇതായിരുന്നു അവർ വെച്ചത്. അത് തന്നെയാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളൂ, എനിക്കറിയാവുന്നതാണ്. അങ്ങനെ ഇയാൾ ഈ പ്രൊഡ്യൂസർ സലീം തന്നെ അയാളുടെ പേര്, പലരുടെ പേര് ഞാനാണ് പ്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്. അയാൾ ജയ പ്രസാദ്, അങ്ങേര് സ്റ്റിൽ ക്യാമറമാൻ, അങ്ങേര് നല്ല ക്യാമറമാൻ അങ്ങേര്. അപ്പോൾ ഈ പ്രൊഡ്യൂസർക്ക് ഇതാരും എടുക്കുന്നില്ല, ഈ പടം ഒരു കുഞ്ഞെടുക്കുന്നില്ല. അവസാനം എന്നെ കൊണ്ടപ്പെടുത്തിയെന്ന് പറഞ്ഞ ആളല്ല, റോഷൻ എന്ന് പറഞ്ഞ ആളാണ് എന്നെ കൊണ്ടപ്പെടുത്തിയത്. മദ്രാസിലെ പുള്ളി ഡയറക്ടറാണ്.
പുള്ളി പറഞ്ഞു, സലീമെ ഒരു നല്ലൊരു പടം, അവാർഡ് പടം. അതാണെന്ന് പറഞ്ഞിട്ട് വിളിച്ചത്. എന്നെ അവാർഡ് പടം കൊണ്ടാ കിന്നാരത്തുമ്പി വിളിച്ചിരിക്കുന്നത്, അവാർഡ് പടം എന്ന് പറഞ്ഞിട്ട് അവാർഡ് കൊടുത്തു. ചെന്നപ്പോൾ ഒരു മോശമായിട്ടുള്ള ഒരു സംഭവമോ അതിൽ ഇല്ലെന്താനും. ഈ പടം എടുക്കാൻ ആരില്ല വന്നപ്പോൾ ഈ റോഷൻ ചേട്ടൻ തന്നെ പറഞ്ഞു, പ്രൊഡ്യൂസേഴ്സിനോട് പറഞ്ഞിട്ട്, ഈ അതിൽ സ്വല്പം ഈ പറഞ്ഞ മസാലയല്ല, ഈ അവാർഡ് ഷക്കീലിൻ്റെ അവാർഡുകൾ കയറ്റി ഇത് ഇവർ കൊടുത്തു. ഈ പടം അങ്ങോട്ട് കയറി കൊളുത്തെന്ന് വെച്ചാൽ അന്യായ കൊളുത്ത്. ഇതെനിക്ക് മറ്റു ഭാഷകളിൽ പോലും എനിക്ക് മാർക്കറ്റ് ഉണ്ടാക്കി തന്നു. കിന്നാരത്തുമ്പി അതല്ലേ, ഞാൻ തെങ്കാശിപ്പട്ടണം സിനിമക്കല്ലാണ്. അതിൽ സുരേഷ് ഗോപി, ലാല്, ദിലീപ്, ഇത്രയും ഹീറോസ് ഉണ്ട് അതിനകത്ത്. അങ്ങനെ പഴനിയിലാണ് ഷൂട്ടിങ്ങിന് താഴെ ചായക്കട വെളുപ്പിന് രാവിലെ നിൽക്കണം. രാവിലെ എണീറ്റ് ഞാൻ ഈ കടയിൽ വന്നിട്ട് ചായ കുടിക്കും, അങ്ങനെ പോകും. ഒരു ദിവസം കുറച്ച് പേര് ഇങ്ങനെ നോക്കും, സംസാരം. ആ ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സ് ഒരു 6 മണിക്കാണ് പറഞ്ഞ ലോക്കൽസ് ഓട്ടോ ഡ്രൈവേഴ്സിൻ്റെ അവിടെ ചായ കുടിക്കാൻ ആൾക്കാർ മാറി നിന്നിട്ട് ഇങ്ങനെ കാണിക്കുന്നു. ഞാൻ പോകുന്നു, വരുന്നു. 3-ാം ദിവസം കുറേ ആളുകൾ വന്നു. എനിക്ക് 2-ാം ദിവസം എനിക്ക് കുറച്ച് ഡൗട്ട് അടിച്ചു തുടങ്ങി. കാരണം തെറ്റിദ്ധാരണ ഉണ്ട്, എന്തോ കള്ളനാണെന്നൊക്കെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ എന്നിട്ട് തമിഴ്നാട്ടിലിട്ട് ഇടിച്ച അവസ്ഥയൊക്കെ വെച്ചപ്പോൾ കുറച്ച് പേരിങ്ങനെ അടുത്തോട്ട് വന്നു. സാർ നിങ്ങൾ നടികറാ എന്ന് ചോദിച്ചു. ഞാൻ ആലോചിച്ചിട്ട് ഒരു പടവും ഇനി ചിലപ്പോൾ ഇവർ ഗുരുവായൂരൊക്കെ വല്ല ഇത് വന്നപ്പോൾ കണ്ടു കാണും. അതേ എന്ന് പറഞ്ഞ് പടം ഇവിടെ കളിക്കുന്നുണ്ട്. എന്താണ് എന്തോ കിന്നാരത്തുമ്പി എന്നല്ല പേര്, എന്തോ തമിഴ് സാരക്ക് തുമ്പിയ അരങ്ങേറ്റ വേള എന്ന് പറഞ്ഞ ഒരു പടം. ഞാനും കണ്ട എൻ്റെ പോസ്റ്റർ, പക്ഷെ നമുക്കത് എൻ്റെ പോസ്റ്റർ ഒന്നും ഇല്ലല്ലോ. അപ്പോൾ 4 വട്ടം കണ്ട ആൾക്കാർ, 3 വട്ടം കണ്ട ആൾക്കാരാണ്, ഫാൻസാണ് എൻ്റെ. അപ്പോൾ അതിലെ ഷൂട്ടിങ്ങിൽ ലാലേട്ടൻ സുരേഷ് ചേട്ടനൊക്കെ ഷൂട്ടിങ്ങിന് പോകുമ്പോൾ ഒരു വൻ പുരുഷാരും നടുക്ക് ഞാനും നിൽക്കുന്നു, ജനക്കൂട്ടം, അല്ലാണ്ട് നിസ്സാര ആൾക്കാരില്ല. അപ്പോൾ ഇവർ ചോദിച്ചു ഞാൻ വരെ പ്രശ്നം ഉണ്ടാക്കിയിട്ട് എന്നെ. അപ്പോൾ ഡ്രൈവറെ ചോദിച്ചപ്പോൾ ഇല്ല ഫാൻസാണെന്ന് വെച്ചപ്പോൾ ഇവർക്കൊരു പിടുത്തം വിടുന്നില്ല. ഇവരുടെ കൂടെ ഒന്നും ഒരു കുഞ്ഞില്ല, സുരേഷ് ഗോപിയുടെ കൂടെ ഒന്നും ഒരു കുഞ്ഞില്ല, ലാലേട്ടൻ്റെ കൂടെ ഒരു കുഞ്ഞില്ല. വെറുതെ കയറി പോവാ എൻ്റെ കുറേ ആളുകൾ. അങ്ങനെ എനിക്ക് ആ പടം അന്യനാട്ടിലും ഒരുപാട് ഫാൻസിനിടയ്ക്ക് തന്നു. സലീം അത് 2 ദിവസം കഴിഞ്ഞ് വെച്ചേനെ വരി, കാരണം പെട്ടെന്ന് പോയില്ല അവിടെ നിന്ന്. എനിക്ക് എങ്ങനെയെങ്കിലും പോയാലും പോയി ആ പടം അവിടെ നിന്ന് മാറണം, കാരണം പഴനി അടുത്ത തിയേറ്ററില്ല ഈ കിന്നാരത്തുമ്പികൾ കളിക്കുന്നത്. അപ്പോൾ ഞാൻ അറിഞ്ഞുകൊണ്ട് തന്നെ പോയി ചെയ്ത പടമാണ്. അല്ലാണ്ട് ഞാൻ അറിയാതെ എന്നെ ചതിച്ചു. ചില സ്ത്രീകളൊക്കെ പറഞ്ഞു 14ാമത്തെ പുരുഷൻ എന്നെ പീഡിപ്പിച്ചപ്പോഴാണ് അറിയുന്നത് ഞാൻ പീഡിപ്പിക്കപ്പെടുകയായിരുന്നില്ലേ. അത്രയൊന്നും അതെനിക്ക് ഫസ്റ്റ് തന്നെ അറിയാം, പീഡിപ്പിക്കായിരുന്നു എനിക്ക്. അല്ല, മറ്റത് ഞാനോട് എനിക്കറിയായിരുന്നത്. ഞാൻ അവരോട് പറഞ്ഞു, ദയവേത് എൻ്റെ പോസ്റ്റർ നിങ്ങൾ വെക്കരുത്, നിങ്ങളുടെ അവസ്ഥ എനിക്ക് മനസ്സിലായി, എൻ്റെ പോസ്റ്റർ നിങ്ങൾ വെക്കരുതെന്ന് പറഞ്ഞു. പക്ഷെ അവർ വെച്ചില്ല, കാരണം ഞാൻ വളർന്നു വരുന്നൊരു നടനാണ്. കൂമ്പ് നില്ലായിരുന്നിട്ട് അവർ വെച്ചില്ല. കിന്നാരത്തുമ്പിൽ എൻ്റെ ഒരു പോസ്റ്റർ പോലും അവരെ മാന്യത അവർ വെച്ചില്ല. ഞാനുണ്ടായിരുന്ന സമയത്ത് അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം, കാരണം അവരുടെ കുടുംബങ്ങൾ ഒക്കെ പോകും, വലിയ കുറെ പോയി കഴിഞ്ഞാൽ അതിനൊന്നും അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം, പക്ഷേ വെക്കരുത് എന്ന് പറഞ്ഞ് അവർ വെച്ചിട്ടില്ല. നമ്മളിവിടുന്ന് വീട്ടിൽ നിന്ന് ഭാര്യനെയും മക്കളെ എടി നീ അറിഞ്ഞാ മക്കളെയൊക്കെ വിളിച്ചു, അവിടുത്തെ തുണിയില്ലാണ്ട് ഒരുത്തൻ ഡാൻസ് കളിക്കുന്നുണ്ട്, ബാ പോവാ, എവിടെ 5 കിലോമീറ്റർ പോകണം, എന്താ കാറ് വിളിക്കും നിങ്ങൾ. സന്തോഷ് പണ്ഡിറ്റ് എല്ലാവരും ഏറ്റവും കൂടുതൽ അയാളുടെ നെഗറ്റീവ്സ് മാത്രം പറഞ്ഞതാണ്. അപ്പോൾ അതിലേറ്റവും സൂപ്പർ സ്റ്റാർ സന്തോഷ് പണ്ഡിറ്റ് എന്ന് എടുത്തു പറഞ്ഞത് സലീമേട്ടനാണ്. അതിൽ പുള്ളിയുടെ എന്ത് പോസിറ്റീവ് കണ്ടിട്ടാണ് പൊതുവെ പ്രേക്ഷകർ വരെയും പുള്ളീനെ തള്ളിയാണ് പറഞ്ഞത്. സൂപ്പർ സ്റ്റാർ സന്തോഷ് പണ്ഡിറ്റ് എന്നും ഞാൻ പറഞ്ഞില്ല, അയാളാണ് ഇപ്പോഴത്തെ സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞു. ആ സമയത്തെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ കാരണം സന്തോഷ് പണ്ഡിറ്റിലൂടെ പഠിക്കാൻ മലയാള സിനിമക്ക് ഒരുപാടുണ്ടായിരുന്നു, ഇല്ലെന്നൊക്കെ ഞാൻ പറഞ്ഞാൽ സമ്മതിക്കില്ല. കാരണം ഈ ഒരു ഇൻ്റർനെറ്റ് എന്നൊരു പരസ്യ പലകയാണെന്ന് മലയാളികൾക്ക് കാണിച്ചു കൊടുത്ത അയാളാണ്. ഇവിടെ ഭയങ്കര കൊടികുത്തി രാജാക്കന്മാരൊക്കെ ഉണ്ട്, ആരുമല്ല, അയാളെ കാണിച്ചു കൊടുക്കുന്നത് ഇൻ്റർനെറ്റിന് ഇത്ര സാധ്യതകളുണ്ട്. അതിന് ശേഷമാണ് ഈ പറയുന്ന സകല യോഗ്യന്മാരും വന്നിട്ടുണ്ടെങ്കിൽ അതിന് ശേഷമാണ്. അപ്പോൾ അത് വലിയൊരു മാർക്കറ്റാണ്, ഒരു മാർക്കറ്റിംഗ് തന്ത്രം ഇതിലൂടെ കൊണ്ടുവരാം.
അല്ല അയാൾ അഭിനയ പ്രതിഭയാണെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല. നമ്മൾ ഇത്ര രൂപ ടിക്കറ്റ് എടുത്ത് കൊടുത്തിട്ട് ക്യൂ നിന്ന് ചിത്രം തിയേറ്ററിൽ കയറി കണ്ടു, അവിടെ നിന്ന് കൂക്കു വിളിക്കുക. ആരാ വിഡ്ഢിയായത്? നമ്മളോ സന്തോഷ് പണ്ഡിറ്റോ? ആരാ വിഡ്ഢിയായത്? അവൻ കാശ് വാങ്ങിച്ച് പോക്കറ്റിൽ വീട്ടിലിരിക്കുമ്പോൾ അവൻ ഉറങ്ങിയേക്കുള്ളൂ. 12:30 മണിക്ക് ഇരുന്നിട്ട് എന്ന് തൊണ്ട അവനവൻ്റെ തൊണ്ടയും കളയുന്നു. അപ്പോൾ ആരാണ് വിഡ്ഢിയായെന്ന് സ്വയം ചിന്തിക്കുക. അയാൾ പറഞ്ഞു ഫസ്റ്റ് ഷോ അല്ലെങ്കിൽ മോഹൻലാലിൻ്റെ മമ്മൂട്ടിയുടെ ഷോ ഫസ്റ്റ് ഷോ വന്നിട്ടുണ്ടെങ്കിൽ പോലെട്ടോ കൊള്ളില്ല എന്ന് പറയുന്ന ആളുകൾക്ക് എന്തുകൊണ്ട് സന്തോഷ് പണ്ഡിറ്റിൻ്റെ പടം കൊള്ളില്ല എന്ന് പറഞ്ഞിട്ട് ഇവർക്ക് എന്താ പറയുക, മലയാളിക്കൊരു സംഭവമുണ്ട്. 5 കിലോമീറ്റർ അപ്പുറത്ത് ഒരുത്തൻ തുണിയില്ലാതെ നഗ്ന നൃത്തം കളിക്കുകയാണ്. അന്ന് പെട്ടെന്ന് പറഞ്ഞാൽ നഗ്ന നൃത്തം കളിക്കുകയാണ്. നമ്മൾ ഇവിടുന്ന് വീട്ടിൽ നിന്ന് ഭാര്യനെയും മക്കളെ എടി നീ അറിഞ്ഞാ മക്കളെയൊക്കെ വിളിച്ചോ, അവിടുത്തെ ഒരു തുണിയില്ലാണ്ട് ഒരുത്തൻ ഡാൻസ് കളിക്കുന്നുണ്ട്, ബാ പോ. എവിടെ? 5 കിലോമീറ്റർ പോകണം. എന്താ കാറ് വിളിക്കും നിങ്ങൾ? കാറ് വിളിച്ച് ചെന്ന് അവിടെ ചെന്ന് കണ്ട് ഇവൻ്റെ ഡാൻസ് തീർന്നു കഴിയുമ്പോൾ എന്ത് വിരോധാഭാസമായി കാണിക്കുന്നത്. സ്ത്രീകളും കുട്ടികൾക്ക് ഇതിൽ നടക്കണ്ടേ? ഇതാണ് നമ്മൾ മലയാളികൾ. ഇത് നമ്മൾ ഒരു വീട്ടിലിരുന്നോ മതി, അവൻ്റെ നഗ്ന നൃത്തം ഒന്നും കാണേണ്ട ആവശ്യമില്ല നമുക്ക്. നമ്മളവിടെ കാശ് കൊടുത്ത് പോയി എന്നിട്ട് കണ്ടിട്ടാണ്. മലയാളിയുടെ ഷോക്കെ ഗൾഫ് രാജ്യങ്ങളിൽ കൂലുണ്ടാവുള്ളൂ. വേറെ ഇന്ത്യൻ സംസ്ഥാനത്ത് ഒരു ഷോക്കും ആരും കൂവില്ല. അവർ കാശ് കൊടുത്താൽ കാരണത്. അവർ ഷാരൂഖ് ഖാൻ്റെ ഒരു ഷോ ഞാൻ കണ്ടു. അങ്ങേര് ഈ വനിത ബന്ധുക്കളില്ല, അതാണ് പറയുന്നത്. വനിത ബന്ധുക്കൾ വായിച്ച് പറഞ്ഞ പോലെ ഇങ്ങനെ പറഞ്ഞു ഓരോ കോമഡി പറയുമ്പോൾ ഇവർ ആർത്തിച്ചിരിക്കുകയാണ്. കാരണം പോയ കാശ് കൂവിയാൽ കിട്ടില്ല. അപ്പം പിന്നെ അങ്ങോട്ട് ആസ്വദിക്കുക. അപ്പോൾ നമ്മൾ ആസ്വദിക്കാനല്ല, ഇതിനെ എങ്ങനെ കീറി മുറിച്ചിട്ട് ഇത്. കാരണം സ്വന്തം കയ്യിൽ കാശ് കൊടുത്ത് എന്തിനാ ബുദ്ധിമുട്ടിന് പോകണം നമ്മൾ? അതിനെക്കുറിച്ച് അറിയാം എങ്ങനെയുണ്ട് ആ ഷോ, എങ്ങനെയുണ്ട് സന്തോഷ് പണ്ഡിറ്റിൻ്റെ പടം എങ്ങനെയുണ്ട്, അത് മോശമാണെന്നാണല്ലോ പറയുന്നത്. അപ്പോൾ പോകണ്ടല്ലേ? തൊട്ടപ്പുറത്ത് മോഹൻലാലിൻ്റെയോ മമ്മൂട്ടിയോ സലീം കുമാറിൻ്റെയോ ആരുടെയൊക്കെ പടം കളിക്കണം, അതിന് പോയാൽ പോരെ നമുക്ക്? ഇതിന് പോയാൽ നമുക്ക് കൂവാടി. അപ്പോൾ ഇതിന് പോയാൽ കൂവാം. മറ്റേ ചിത്രങ്ങൾക്ക് പോയാൽ മമ്മൂട്ടി മോഹൻലാലിൻ്റെ ചിത്രത്തിന് കൂവാൻ പറ്റില്ല. സന്തോഷ് അവരുടെ ഫാൻസ് ഉണ്ടാവും, നല്ല ഇടിയിടിക്കുന്ന പിടിച്ച്. സന്തോഷ് പണ്ഡിറ്റ് പിന്നെ ആരോരും ഇല്ലാത്തവണ് താടിക്കൂട്ടാൻ നല്ല സുഖമുള്ള അല്ലേ? ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ സിനിമകൾ എന്ന് പറഞ്ഞിട്ട് ഒരു വിഭാഗത്തെ മാറ്റി നിർത്തുന്നുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ സംസാരം ഉണ്ട്. എന്താണ് ഈ ന്യൂ ജനറേഷൻ സിനിമകൾ? 5 വർഷം മുമ്പ് തമിഴിലും ഹിന്ദിയിലും എടുത്തിരുന്ന സിനിമകൾ ഇപ്പോൾ മലയാളത്തിൽ എടുക്കുന്നു. അതാണ് ഒരു ന്യൂ ജനറേഷൻ എന്ന് പറയുന്നത്. ഈ 5 വർഷം മുമ്പ് ഞാൻ തമിഴ്നാട്ടിലെ സിനിമാ പ്രവർത്തകരോട് ഞാൻ പറഞ്ഞാണ്, ഈ 5 വർഷം മുമ്പ് നിങ്ങൾ കൊണ്ടുവന്ന ന്യൂ ജനറേഷൻ വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ നാട്ടിൽ ഭരതൻ, പത്മരാജൻ, KG ജോർജ് എന്ന് പറഞ്ഞ കുറേ ആൾക്കാരുണ്ടായിരുന്നു. അവർ ഈ സംഭവങ്ങൾ നിങ്ങൾ കോപ്പി അടിച്ചത് അസാധ്യമായിട്ട് അവർ പറഞ്ഞു. ഏകദേശം ശരിയാണ്. ഭരതൻ, പത്മരാജൻ്റെ ഒക്കെ പടങ്ങളും അതുപോലെ തന്നെ KG ജോർജിൻ്റെ ഒക്കെ പടങ്ങളൊക്കെ ഞങ്ങളെ ഇൻസ്പിറേഷൻ ചെയ്തിട്ടുണ്ട്. അവർ ഇല്ലെന്നൊന്നും പറഞ്ഞിട്ടില്ല അവർ. അപ്പം അത് അവർ ഇൻസ്പിറേഷൻ ചെയ്ത് അത് വീണ്ടും നമ്മൾ എടുത്തിട്ട് ഈ ഭരതനെയും പത്മരാജനെയും KG ജോർജ് അങ്ങനത്തെ ആളുകളെക്കാണ് മാറ്റി നിർത്തിയിട്ട് ആ പേരൊക്കെ മാറ്റി കളഞ്ഞിട്ട് ന്യൂ ജനറേഷൻ സിനിമ എന്ന് വെച്ചാൽ ഈ ചന്തിക്ക് ഇവിടെ വെച്ചിട്ട് ബെൽറ്റ് ഇടുന്നൊരു സംഭവമില്ല, പാൻറ് ഇടുന്ന അങ്ങനത്തെ ആളുകളുടെ സിനിമയ്ക്ക് അത് മാറ്റിയത്. എന്താണ് അങ്ങനെ ഒരു ശരിക്ക് നമുക്കത് യോജിക്കാത്തതിൻ്റെ പേരിൽ പറയുന്നതല്ലേ? അതല്ല ഈ ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറയുക തന്നെ. സാധാരണ ആളുകൾ ഈ പൊക്കിളും വെച്ചിട്ട് ബെൽറ്റ് ഇടും. അതായിരുന്നു തൊട്ട് മുമ്പുള്ള ജനറേഷൻ എന്ന് പറഞ്ഞാൽ അതായിരുന്നു. ഇപ്പം ഈ ഇതില്ലേ ബാക്കിന്ന് ചന്തി എന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. സലീം എന്ന് പറയുന്നത് സംസ്കാരശൂന്യൻ എന്ത് ഇവിടെ എന്താന്ന് പറയുന്നത് എനിക്കറിയില്ല. അപ്പം അതിൻ്റെ അറ്റത്ത് വെച്ചിട്ട് ഈ ബെൽറ്റ് ഇട്ടിട്ട് ഇൻ ചെയ്യും. അപ്പം ഈ ജെട്ടിയുടെ ആ ബോർഡർ ഇങ്ങനെ കാണാം. ഏതാണ് ജോക്കിയാണോ ഇന്നതാണെന്ന് കാണാം. അപ്പം ഇവിടം തുടങ്ങി ഇവിടം വരെ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, അതാണ് ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറഞ്ഞത്. Just remember that. വ്യത്യസ്തനാമൊരു ബാർബറം ബാലനേ സത്യത്തിലാരും തിരിച്ചറിഞ്ഞില്ല. ഇതെന്താന്ന് മനസ്സിലായോ? ഇതാണ് അബ്ദുള്ള. അപ്പോ ഇത് ഷെയ്ഖ് അബ്ദുള്ള. പലവട്ടം കാത്തു നിന്നു ഞാൻ കോളേജിൻ മൈതാനത്ത്, ഒരു വാക്കും മിണ്ടാതെ നീ പോയില്ലേ. കാണാൻ കൊള്ളാവനായാലും കൊള്ളാത്തവനായാലും ഒക്കെ ഏത് കമ്പനിയിൽ പ്രോഡക്റ്റ് ഒന്നും തന്നെ ആയിക്കൊല്ല, ചില വ്യത്യാസങ്ങൾ ഉണ്ടാവുന്ന മാത്രമല്ല. അപ്പൊ അതൊന്നുമല്ല. മേഘം പൂത്തു തുടങ്ങി, മോഹം പെയ്തു തുടങ്ങി, വേദിനി കേട്ടു നെഞ്ചിൻ പുതിയൊരു താളം.